ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ബാഹുബലി എന്ന മഹാ അത്ഭുതം തീരുന്നില്ല ഗൈസ്. വീണ്ടും അതൊരു അനിമേറ്റഡ് എപ്പിക്കായിട്ട് 2 പാർട്ടുകളിലായിട്ട് 2027 റിലീസ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇത് സംവിധാനം ചെയ്യുന്നത് ഇഷാൻ ശുക്ലയാണ്. പുള്ളി ഒരു അവാർഡ് വിന്നിംഗ് ഫിലിം മേക്കറാണ്. 2016 പുള്ളി ആദ്യമായിട്ട് ചെയ്ത ഒരു അനിമേറ്റഡ് ഷോട്ട് ഒരുപാട് ഇന്റർനാഷണൽ അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്, ഉൾപ്പെടെ ബെസ്റ്റ് അനിമേറ്റഡ് ഫിലിം. ആൻഡ് ഈ സിനിമയുടെ സ്റ്റോറിയും പുള്ളി എഴുതുന്നുണ്ട്, കൂടാതെ സൗമ്യ ശർമ്മയുമുണ്ട്. ഈ സിനിമ പ്രസന്റ് ചെയ്യുന്നത് ദ ബ്രാൻഡ് ഡയറക്ടർ SS രാജമൗലിയാണ്. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് MM കീരവാണി തന്നെയാണ്. സോ ഇതൊരു അനിമേറ്റഡ് എപ്പിക്കായിട്ടാണ് അവർ റിലീസ് ചെയ്യാൻ പ്ലാൻ ഇടുന്നത്. സോ അതിൻ്റെ ഒരു ടീസറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ബാഹുബലി ദ എറ്റേണൽ വാർ പാർട്ട് 1. സോ റിയാക്ട് ചെയ്യാം. അർക്കള മീഡിയ വർക്സ്, SS രാജമൗലി പ്രസൻസ്. ബാഹുബലി അവൻ பிறந்த நொடியில் நான் அறியவில்லை. அவனுக்கு முன்னே அப்பிறப்பின் காரணம் பிறந்தது. അവൻ ഇറந்த നൊടി. ഈ ഒരു സീനിന് ശേഷം രാജ്യമൊട്ടാകെ എന്തൊക്കെ ഉണ്ടാക്കിയെന്നറിയാം. എന്തിനായിരിക്കും കട്ടപ്പ കൊന്നത്? എന്തിനായിരിക്കും ഇത്രയും അടുത്തുള്ള ബാഹുബലിയെ കട്ടപ്പ ചതിച്ചത്? എന്തിനായിരിക്കും? അനുഷ്കയ്ക്ക് വേണ്ടിയായിരിക്കോ, അല്ലെങ്കിൽ സിംഹാസനത്തിന് വേണ്ടിയായിരിക്കോ? ഈ ഒരു ടൈലന്റ് എന്ന് വെച്ചാൽ ഇതിനും വലിയൊരു ഒരു എന്താ പറയുക, നെക്സ്റ്റ് പാർട്ടിനുള്ള ഒരു ലീഡ് വേറെ ഒരു സിനിമയ്ക്കും ഇല്ല ഗൈസ്. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. അവൻ മരണം ഒരു പയനം എന്ന് രമ്യാക്കം ഓറായിരുന്നു ഈ സിനിമയിൽ. அந்த பயணம் ஒரு போரில் நடந்தது. தேவருக்கும் அசுரருக்கும் இடையே நடக்கும் இரவா போறது. അവൻ ഇരവ പോறது. ഇത് പറയുന്നത് ദേവരും അസുരന്റെ ഇടയിലുള്ള ഒരു യുദ്ധം നടക്കുന്നു. അപ്പം അമരേന്ദ്ര ബാഹുബലിയാണ് ഇതിൽ കാസ്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് അവർ പറയുന്നത്. അതായത് കൊല്ലപ്പെട്ട അമരേന്ദ്ര ബാഹുബലി. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ ഫുൾ അനിമേറ്റഡ് ആണ്. ഇതിന്റെ ഡയറക്ടർ അനിമേഷനിൽ ഒരു വീരൻ എന്നാണ് അറിഞ്ഞത്. ഇന്ദ്രനും അസുരൻ. എന്തോന്ന് കേസ് കാണണേ? എപ്പിക്ക് അനിമേഷന് പക്ക സ്റ്റഫ്. എനിക്കൊന്നും ഇതും ചുമ്മാ ഇറക്കി വിട്ട ഉള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ചുമ്മാ വാരും. കാരണം ബാഹുബലി എന്നൊരു പേര് മതി. ഇത് രക്ഷയില്ല. ഇതെന്തോന്ന് ഇങ്ങനെയൊക്കെ. ഞാൻ സത്യം പറഞ്ഞ ഒരു ഇന്ത്യൻ പടം തന്നെ ഇത്, സത്യം. പ്രവാസ് ബാഹുബലിയെ യാർ കാപ്പാർ ഇപ്പോഴത്? தவறான கேள்வி. இப்போது யார் உன்னை காப்பார் என்று கேள். പേരണ്ടത്തിൻ എതിർകാലം ഒരുവനും കയ്യിൽ. ആ വോയിസും ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഗൂസ് ബംസ് ആണ് ഉള്ളത് പറയാമല്ലോ. നിങ്ങൾ ഇനിയും ബാഹുബലി ദ എപ്പിക് തിയേറ്ററിൽ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. എന്നാ ബ്രഹ്മാണ്ടം പടമാണ് സത്യം. KGF ഒക്കെ ഇനിയും വരും, സലാർ പോലത്തെ പടങ്ങളൊക്കെ ഇനിയും വരും. പക്ഷെ ബാഹുബലി പോലത്തെ പടം ഇനി വരൂല ഗൈസ്. ഉള്ളത് നിങ്ങൾ തിയേറ്ററിൽ കാണണം. രോമാഞ്ചടിച്ച് പണ്ടാരടങ്ങിപ്പോയി സത്യം. ബാഹുബലി ദ എറ്റേണൽ വാർ
പാർട്ട് 1 എ ഫിലിം ബൈ ഇഷാൻ ശുക്ല. വോയിസ് കാസ്റ്റ് പ്രഭാസ് അമരേന്ദ്ര ബാഹുബലിയാകിയ ഞാൻ മകൾ മതിമക്കളിൻ. അതൊക്കെ എപ്പോഴും ആലോചിക്കുമ്പോൾ ഗൂസ് ബംസ് ആണ് ഗൈസ്. ഇത് എപ്പിക് അനിമേഷൻ എന്തോന്ന് സാധനം ചെയ്തു വെച്ചിരിക്കണം. ചുമ്മാ അല്ല, പുള്ളി ഇഷാൻ ശുക്ലയ്ക്ക് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കാണി. പക്ക സാധനം, ഏതൊരു ഇന്റർനാഷണൽ സ്റ്റഫ് സാധനം പോലെ കണ്ടിട്ട്. അത് ആ ഒരു ക്രിയേഷനും ആ ഒരു സ്റ്റോറി വൈസിലായാലും ഒരു പക്ക സാധനം, കിടിലൻ ടീസർ. ആൻഡ് ഇത് തമിഴിൽ ഞാനിപ്പോൾ ചെയ്ത തമിഴ് വേർഷനാണ്. പക്ഷെ എല്ലാത്തിലും ഉണ്ട്, ഹിന്ദിയിലുണ്ട്, തെലുങ്കിലുണ്ട്, തമിഴ്, അങ്ങനെ ഓരോ എല്ലായിടത്തും പാൻ ഇന്ത്യൻ സംശയമൊന്നും ഇല്ലല്ലോ. ആൻഡ് ഇതിൽ എനിക്കൊന്നും സപ്പോർട്ടീവായിട്ടായിരിക്കും, പ്രസൻറ്റേഷൻ ടൈപ്പ് പോലെ ആയിരിക്കും മിസ്സസ് രാജമൗലി നിൽക്കുന്നത്. കാരണം ആനിമേഷൻ സൈഡ് ആയതുകൊണ്ട് ഇഷാൻ ശുക്ലയാണ് മൊത്തത്തിൽ ചെയ്യുന്നത്. ആൻഡ് ഇത് 2027 റിലീസിൻ്റെ പ്ലാൻ. എന്തായാലും എല്ലാവരും പോവും, ഉള്ള കളക്ഷനൊക്കെ ചുമ്മാ വാരി. ഇത് അനിമേഷൻ തന്നെ ഈ ടീസറിൽ കാണാൻ തന്നെ എന്തുമാത്രം ഒരു ബ്രഹ്മാണ്ടായിട്ട് ഇനി ട്രെയിലറിൽ കാണുമ്പം. ആൻഡ് നിങ്ങൾ ഇപ്പോഴും ബാഹുബലി ദി എപ്പിക് കണ്ടിട്ടില്ല, കാണണം ഗൈസ്. മോനെ.